ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ട് നമ്മുടെ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നോക്കിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആഴ്ചയിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ എനിക്ക് പറഞ്ഞ രീതിയിൽ ചോദ്യങ്ങളെല്ലാം തന്നെ കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ് പോലെ അത്ര എക്സ്പ്ലനേഷൻ ഉണ്ടാകത്തില്ല. പ്രധാനമായിട്ട് ഈ പറയുന്ന ചോദ്യ ഉത്തരങ്ങൾ ഈ പറയുന്ന MCQ ടൈപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദ്യം പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും ശ്രമിക്കുക. അതേപോലെ തന്നെ നോട്ടുകൾ ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന് ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാത്ത ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നോട്ട് എന്ത് ചെയ്യും അവിടെ താഴെ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാനും പറ്റും. ഓക്കെ അല്ലേ, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണത്, ഇന്ത്യയിലെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് എന്നുള്ളതാണ് അല്ലേ. ഇന്ത്യയിലെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്നുള്ളതാണ്. ആരുടെ ആയിരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആരുടെയാണെന്നുള്ളത് അല്ലേ. ആരാണത്? മേജർ ധ്യാൻചന്ദിന്റെ ദിനമാണ് അല്ലേ. മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് പൊതുവെ ഈ പറയുന്ന കായിക ദിനമായിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത് എന്നുള്ളതാണ്. മേജർ ധ്യാൻചന്ദ് ഈ പറയുന്ന 1928 നമുക്ക് ആദ്യമായിട്ട് ഹോക്കിക്ക് പറയുന്ന ഒളിമ്പിക്സ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന മേജർ ധ്യാൻചന്ദ് ഇന്ത്യക്കായിട്ട് എന്ത് ചെയ്യുന്നത് ഹോക്കി ഗോൾഡ് മെഡൽ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പം ഇന്ത്യയിലെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണത്? മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. അടുത്തത് BCCIയുടെ നമ്മുടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്നുള്ളതാണ് അല്ലെ. BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അർഹനായിട്ടുണ്ടായിരുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണെന്നുള്ളതാണ്. ആരാണത്? രാഹുൽ ദ്രാവിഡാണ് അല്ലെ. ആരാണ് വരുന്നത്? രാഹുൽ ദ്രാവിഡാണ്. നിങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈ പറയുന്ന CK നായിഡു എന്ന് പറഞ്ഞത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? CK നായിഡു എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റിന്റെ ഈ പറയുന്ന ക്രിക്കറ്റ് ടീമിന്റെ ഒക്കെ ക്യാപ്റ്റനായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് പറയുന്നത് CK നായിഡു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ പറയുന്ന CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം BCCIയുടെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാഹുൽ ദ്രാവിഡാണ് അല്ലേ. ആരാണത്? രാഹുൽ ദ്രാവിഡാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക, ഓർത്തിരിക്കുമല്ലോ. ആരാണത്? രാഹുൽ ദ്രാവിഡാണ്. കിട്ടിയോ? അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഈ ഒരു കാര്യമാണ്. എന്താണത്? ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അല്ലെ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണത്? രാഹുൽ ദ്രാവിഡാണ്. CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നുള്ളതാണ് അവാർഡിന്റെ പേര്. കൊടുക്കുന്നത് BCCI ആണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്തിടെ തങ്ങളുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും ഔദ്യോഗികമായിട്ട് ഇന്ത്യയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്ന പ്രമുഖ e-commerce കമ്പനി ഏതാണെന്നുള്ളതാണ്. അതായത് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ ആസ്ഥാനം മറ്റു സ്ഥലത്തായിരുന്നു, അവർ ഈ പറഞ്ഞ രീതിയിൽ അവർ ഇന്ത്യയിലേക്ക്, അതായത് സിംഗപ്പൂരിലായിരുന്നു, തിരിച്ചെന്ത് ചെയ്ത് ഇന്ത്യയിലേക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന പ്രമുഖ e-commerce കമ്പനി ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം അത്? നമ്മളെല്ലാം ഷോപ്പിംഗ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഏത് വരും? ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓപ്ഷനകത്ത് ഉണ്ടായിരുന്ന എല്ലാ ഓപ്ഷനും തന്നെ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. പക്ഷേ ഷോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഏതാണത്? അതാണ് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് അല്ലേ. ഈ പറഞ്ഞ വാൾമാർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അടുത്തിടെ തങ്ങളുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ഫ്ലിപ്കാർട്ടാണ്. ഈ വാൾമാർട്ടാണ് ഫ്ലിപ്കാർട്ടിനെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. വാൾമാർട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലിപ്കാർട്ടിനെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് എന്ത് ചെയ്തൊരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അതിന് ഈ പറഞ്ഞ ആസ്ഥാനം സിംഗപ്പൂരിലായിരുന്നു. ഇപ്പം ഇങ്ങോട്ടേക്ക് മാറ്റി നമ്മുടെ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളതാണ്. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത തങ്ങളുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും ഇന്ത്യയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്ന e-commerce കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ഫ്ലിപ്കാർട്ടാണ്. ഫ്ലിപ്കാർട്ട് ഞാൻ പറഞ്ഞു, ഫ്ലിപ്പ് ഓർത്തിരുന്നാൽ മതി അല്ലേ. സിംഗപ്പൂരിൽ നിന്നും ഇന്ത്യയിലേക്ക് ഫ്ലിപ്പ് ചെയ്തു. അപ്പോൾ ഓർത്തിരിക്കുക, ഫ്ലിപ്കാർട്ട്. മറന്നു പോകത്തില്ലല്ലോ. അടുത്ത നോക്കാം. അടുത്ത എന്താണ്? മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് അല്ലേ. മെറ്റയുടെ നമ്മുടെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആയിട്ടുണ്ടായിരുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന മെറ്റ.
അപ്പോൾ നമ്മുടെ മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണത്? ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനത്താണ് അല്ലേ? ഇന്ത്യയുടെ സ്ഥാനം എത്രയാണത്? 2ാം സ്ഥാനമാണ് അല്ലേ? ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണെന്നുള്ളത്. അപ്പോൾ 1ാം സ്ഥാനത്ത് ആരാണ് വരുന്നത്? 1ാം സ്ഥാനത്ത് വരുന്നത് USA ആണ്, 2ാം സ്ഥാനത്ത് ഇന്ത്യയാണ്, 3ാം സ്ഥാനത്ത് ജപ്പാനാണ് അല്ലേ? ഇങ്ങനെ താഴോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പറയുന്ന ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നും അതേപോലെ നൈജീരിയയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ്. നൈജീരിയയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് അല്ലെ? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആരാണ്? ബംഗ്ലാദേശിൽ നിന്ന് നൈജീരിയയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ NCRB റിപ്പോർട്ട് പ്രകാരമാണ്, NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. ഓക്കെ, കർണാടകയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് സൈബർ ആക്രമണങ്ങൾ എന്ത് ചെയ്യുന്നത് നേരിടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എവിടെ തന്നെയാണ്? ഈ പറയുന്ന രീതിയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതും കർണാടകയിലാണ്. അപ്പോൾ മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആഗോളതലത്തിലെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ആരാണുള്ളത്? 1ാം സ്ഥാനത്ത് USA ആണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് എന്നുള്ളതാണ്. USA ആണ്. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നുള്ളതാണ്. BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണത്? ആരായിരിക്കാം? കോഹ്ലിയോ, രോഹിത് ശർമ്മയോ, KL രാഹുൽ ആയിരുന്നു? അല്ല. ആരാണത്? ശുഭ്മാൻ ഗില്ലാണ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യും അതിനുള്ള ഫലങ്ങൾ കിട്ടും എന്നുള്ളതാണ് അല്ലേ? അപ്പം BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണത്? ശുഭ്മാൻ ഗില്ലാണ് അല്ലേ? ആരാണത്? ശുഭ്മാൻ ഗില്ലാണ്. ഓർത്തിരിക്കുമല്ലോ, ശുഭ്മാൻ ഗില്ലാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക നമ്മുടെ BCCI അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്ത് ചെയ്തു ഒരു അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരുന്നു. മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരുന്നു BCCIയുടെ ഈ പറയുന്ന ബെസ്റ്റ് ക്രിക്കറ്റ് സ്റ്റേറ്റ്, ഏറ്റവും നല്ല മികച്ച ക്രിക്കറ്റിനൊക്കെ നല്ല എന്ത് ചെയ്യുന്നത് പ്രോത്സാഹനമൊക്കെ നൽകുന്ന മികച്ച സ്റ്റേറ്റ് അസോസിയേഷൻ അവർ അവാർഡ് നൽകുമായിരുന്നു. അതിന് അവാർഡിന് അർഹമായിട്ടുണ്ടായിരുന്നത് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം. അടുത്തിടെ വാർത്തകൾ ഇടം നേടിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റുകൾക്ക് മാത്രമായിട്ട് നിർമ്മിച്ച മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനി ഏതാണെന്നുള്ളതാണ് അല്ലേ? അടുത്തിടെ വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഏജന്റുകൾക്ക് മാത്രമായിട്ട് നിർമ്മിച്ച മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ടെക് കമ്പനി ഏതായിരിക്കാം? ഏറെക്കുറെ എല്ലാ ടെക് സംവിധാനം വന്നാൽ അത് കാശ് കൊടുത്ത് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആരായിരിക്കാം? അത് മെറ്റയാണ് അല്ലേ? ഏതാണത്? മെറ്റയാണ് അല്ലേ? ഇവിടെ ഈ പറയുന്ന രീതിയിൽ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം തന്നെ ഈ പറയുന്ന ഫേസ്ബുക്ക് അല്ലാതുള്ള ഈ പറയുന്ന അല്ലെ ഇൻസ്റ്റഗ്രാം എല്ലാം തന്നെ വിലക്കി മേടിച്ചിട്ടുണ്ടായിരുന്ന ആളുകളാണ് ഈ പറയുന്ന മെറ്റ എന്ന് പറയുന്നത്. അപ്പം അടുത്തിടെ വാർത്തകൾ ഇടം നേടിയിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റുകൾക്ക് മാത്രമായി നിർമ്മിച്ച മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിട്ടുള്ള ടെക് കമ്പനി എന്ന് പറയുന്നത് മെറ്റയാണ് അല്ലേ? ഏതാണത്? മെറ്റയാണ്. അതേപോലെ തന്നെ നമ്മുടെ അലക്സാണ്ടർ വാങ്ങിൻ്റെ സ്കെയിൽ AI ഓർമ്മയുണ്ടോ? സ്കെയിൽ AI എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, സ്കെയിൽ AI എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിരുന്നു? അതും ഈ പറഞ്ഞ മെറ്റ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അലക്സാണ്ടർ വാങ് അദ്ദേഹം പാവപ്പെട്ടവൻ സ്വന്തമായിട്ടൊരു സംവിധാനം ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു. അതെന്ത് ചെയ്തു? ഇവർ മേടിച്ചു. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ മെറ്റയ്ക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ് ആരെന്ന് പറയുന്നത് നമ്മൾ അലക്സാണ്ടർ വാങ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലേ? അപ്പം അടുത്തിടെ വാർത്തകൾ ഇടം നേടിയിട്ടുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റുകൾക്ക് മാത്രമായിട്ട് നിർമ്മിച്ച മോൾട്ട് ബുക്ക് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയ ടെക് കമ്പനി അത് മെറ്റയാണ്. നമ്മുടെ റെഡിറ്റ് ഉണ്ടല്ലോ, റെഡിറ്റിന്റെ മാതൃകയിലാണ് മോൾട്ട് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വന്തമാക്കിയ ടെക് കമ്പനി ഞാൻ ചോദിച്ചതാണ്, അത് മെറ്റയാണ്. ഓക്കെ, മെറ്റ. അടുത്തത് 50 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിർമ്മിക്കാൻ പോകുന്ന ആദ്യ എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച $300 ബില്യൺ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെക്കുന്ന ഇന്ത്യൻ കമ്പനി ഏതാണെന്നുള്ളതാണ്. 50 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിർമ്മിക്കാൻ പോകുന്ന ആദ്യ എണ്ണ ശുദ്ധീകരണശാലയുമായി ബന്ധപ്പെട്ട് USന്റെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച $300 ബില്യൺ ചരിത്രപരമായ കരാറിൽ ഒപ്പിടുന്ന ഭാഗമാകുന്ന ഇന്ത്യൻ കമ്പനി ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? ഇത് ആലോചിച്ചു നോക്കുക. ഏതായിരിക്കാം? ടാറ്റയാണോ, അദാനിയാണോ? അല്ല. ഏതാണത് വരുന്നത്? റിലയൻസ് ആണ് വരുന്നത് അല്ലേ? റിലയൻസ് ആണ് വരുന്നത്. ഓർത്തിരിക്കുക, ഏതാണത്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, നമ്മുടെ അംബാനിയുടെ കമ്പനിയാണ്. അംബാനി ഇനി എണ്ണ വിറ്റ് കൊടീഷനാകാൻ പോവുകയാണ് അല്ലേ? ഓൾറെഡി വിൽക്കുന്നുണ്ട്. എൻ്റെ കൂടെ തന്നെ ഇച്ചിരി കൂടെ കൊടീഷനാകാൻ വേണ്ടി പോവുകയാണ്. അപ്പം റിലയൻസ്
ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപുമായിട്ട് പുതിയ റിഫൈനറി ആയിട്ടുള്ള എന്ത് ചെയ്യുന്നത് കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. റിലയൻസിന്റെ കീഴിലാണ് എന്ത് വരുന്നത് ജിയോ വരുന്നത് അല്ലേ. ജിയോ തിരിച്ചിട്ട് എന്തായി മാറുമായിരുന്നു ഓയിലായിട്ട് മാറുമായിരുന്നു അല്ലേ. ഓയിലായിട്ട് മാറുമായിരുന്നു. അപ്പോൾ ഓയിൽ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കാം എവിടെ ഓയിലുണ്ട് അവിടെ ആര് വരും അമേരിക്ക വരും അല്ലേ. എവിടെ ഓയിലുണ്ട് അവിടെ ആര് വരും അമേരിക്ക വരും. അപ്പോൾ 50 വർഷത്തിന് ശേഷം അമേരിക്കയിൽ നിർമ്മിക്കാൻ പോകുന്ന ആദ്യ എണ്ണ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച $300 ബില്യൺ ചരിത്രപരമായ കരാറിൽ പങ്കാളിയാകുന്ന ഇന്ത്യൻ കമ്പനി ഏതാണെന്ന് ചോദിച്ചത് ഏതാണത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന കമ്പനിയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഓക്കെ, റിലയൻസ് ജിയോ തിരിച്ചിട്ടാൽ ഓയിൽ ദാറ്റ് മീൻസ് അമേരിക്ക. ഓക്കെ, ഓർത്തിരിക്കാമല്ലോ. അടുത്ത് നോക്കാം. അടുത്തത് 2026 മാർച്ചിൽ കോൾഡ് റെസ്പോൺസ് എക്സസൈസ് ആർട്ടിക് സൈനിക അഭ്യാസം ആരംഭിച്ചത് ഏത് സംഘടനയാണെന്നുള്ളതാണ് അല്ലേ. 2026 ഈ പറയുന്ന മാർച്ചിൽ കോൾഡ് റെസ്പോൺസ് എക്സസൈസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് പുതിയ ഒരു സൈനിക അഭ്യാസം ആരംഭിച്ചിട്ടുണ്ടായിരുന്ന എന്താണ് ആർട്ടിക് സൈനിക അഭ്യാസം ആരംഭിച്ചത് ഏത് സംഘടനയാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചോദ്യം എന്ന് പറയുന്നത്. ഏതായിരിക്കും ആ സംഘടനയുടെ പേരാണ് നാറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലേ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. 1949 സ്ഥാപിതമാകുന്നത്. US നേതൃത്വത്തിൽ മറ്റ് യൂറോപ്പിൽ അടങ്ങുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന നാറ്റോയുടെ ഭാഗമാണെന്നുള്ളതാണ്. ആർട്ടിക്കിൽ അടങ്ങുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രീൻലാൻഡ് ഒക്കെ എന്ത് ചെയ്യുക ഗ്രീൻലാൻഡിൻ്റെ സംരക്ഷണമൊക്കെയാണ് പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്നത്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിന് ആരാണ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് US സോൾജേഴ്സ് ആണെന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇതിന് മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം 2026 മാർച്ചിൽ കോൾഡ് റെസ്പോൺസ് എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ആർട്ടിക് സൈനിക അഭ്യാസം ആരംഭിക്കുന്ന ഈ സംഘടനയാണെന്നുള്ളതാണ്. ഇതിൻ്റെ പേരാണ് നാറ്റോ അല്ലെങ്കിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലേ. അടുത്ത് നോക്കാം. അടുത്തത് പ്രവാസി മലയാളികൾക്കായിട്ട് $1 കോടി വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതി ഏതാണെന്നുള്ളതായിരുന്നു. ഏതാണത്? പ്രവാസികൾ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണെന്ന് പറയുന്നത് നോർക്ക എന്ന് പറയുന്നത്. പൂർത്തിരിക്കുക നോർക്ക കെയർ പ്ലസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഇൻഷുറൻസിന്റെ പേര്. ഇതാണത് നോർക്ക കെയർ പ്ലസ്. എന്താണ് നോർക്ക? നോൺ റെസിഡന്റ് കെയർലൈറ്റ്സ് എന്നുള്ളതാണ് എന്ത് പറയുന്നത് നോർക്ക എന്ന് പറയുന്നത് അല്ലേ. നോൺ റെസിഡന്റ് കെയർലൈറ്റ്സ് എന്നുള്ളതാണ് ഈ പറയുന്ന നോർക്ക എന്ന് പറയുന്നത്. അപ്പം നോർക്കയുടെ പുതിയൊരു പദ്ധതിയാണ് പ്രവാസി മലയാളികൾക്കായിട്ടുള്ള $1 കോടി വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ് നോർക്ക കെയർ പ്ലസ് എന്ന് പറയുന്നത് അല്ലേ. നോർക്ക കെയർ പ്ലസ് എന്ന് പറയുന്നത് 1996 മുതലെല്ലാം തന്നെ ഈ പറയുന്ന നോൺ റെസിഡന്റ് ആയിട്ടുള്ള കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ സംവിധാനമാണ് നോർക്ക എന്ന് പറയുന്നത് അല്ലേ. നോർക്ക എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കാരുണ്യം അല്ലേ. കാരുണ്യം എന്നൊക്കെ പറയുന്ന കുറേ പദ്ധതികൾ എന്ത് ചെയ്ത് അവർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങളെല്ലാം തന്നെ അത് ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കാരുണ്യം എന്ന് പറഞ്ഞ പദ്ധതി ഓർക്കുന്നുണ്ടോ? ഒക്കെ ഞങ്ങൾ നോക്കുക. കാരുണ്യം എന്ന് പറഞ്ഞൊരു പദ്ധതി എന്ത് ചെയ്ത് നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. പദ്ധതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറയുന്ന പ്രവാസികളായിട്ടുണ്ടാകുന്ന ആളുകളൊക്കെ ഈ പറയുന്ന മരിക്കുകയാണെങ്കിൽ ഓക്കെ അവർ ഈ പറയുന്ന രീതിയിൽ വെളിക്കൊക്കെ വെച്ച് മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു അവർക്ക് ഈ ഒരു ചെറിയ സഹായം അത് മാത്രമായിരുന്നു കാരുണ്യം എന്ന പദ്ധതിയൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ സ്വാന്തനം എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന രീതിയിൽ സ്വാന്തന പദ്ധതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും അസുഖം മൂലം കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് അവർക്ക് നൽകുന്ന സഹായമാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം സ്കീം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇത് രണ്ടും ഓർത്തിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ പ്രവാസി മലയാളികൾക്കായിട്ട് $1 കോടി വരെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന കേരള സർക്കാരിൻ്റെ പുതിയ പദ്ധതി ഏതാണത്? നോർക്ക കെയർ പ്ലസ് എന്നുള്ളതാണ്. നോർക്ക കെയർ പ്ലസ് എന്നുള്ളതാണ്. അടുത്തത് എന്താണ്? 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായിട്ട് മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വാട്സാപ്പ് പുതുതായിട്ട് അവതരിപ്പിച്ച ഫീച്ചർ ഏതാണെന്നുള്ളതാണ് അല്ലേ. 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വാട്സാപ്പ് പുതുതായിട്ട് അവതരിപ്പിച്ച ഫീച്ചർ ഏതാണെന്നുള്ളതാണ്. വാട്സാപ്പിൻ്റെ പുതിയ ഫീച്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്സാപ്പിൻ്റെ പുതിയ ഫീച്ചർ എന്താണ്? അമ്മയും അതേപോലെ പറയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക ബന്ധിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ കണക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് പുതിയ ഫീച്ചർ വരുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുക എന്താണത്? കണക്റ്റഡ് എക്സ്പീരിയൻസ് അല്ലേ. അത് കണക്റ്റഡ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അതിൻ്റെ പേര്. കണക്റ്റഡ് എക്സ്പീരിയൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കും കുറച്ച് സ്പീഡ് കാണും. കുഴപ്പമില്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യാം കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകാം കേട്ടോ. പോസ് ചെയ്ത് വെച്ച് നോട്ട് ചെയ്ത് പോകാം. അപ്പോൾ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വാട്സാപ്പ് പുതുതായിട്ട് അവതരിപ്പിച്ച ഫീച്ചർ ഏതാണത്? കണക്റ്റഡ് എക്സ്പീരിയൻസസ് എന്നുള്ളതാണ്. ഓക്കെ. അടുത്തിടെ ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറി മേഖലയിൽ നിന്നും വീണ്ടും കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന മരപ്പൊത്തുകളിലെ വെള്ളത്തിൽ മുട്ടയിടുന്ന അപൂർവ ഇനം തുമ്പി ഏതാണെന്നുള്ളതാണ്. ഏതാണ് തുമ്പി?
ഏതാണുള്ളത് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന രീതിയിൽ ഗ്യാസ് വരികയാണെങ്കിൽ എന്ത് കുടിക്കും? സോഡ കുടിക്കും. സോഡയ്ക്കകത്ത് എന്തുണ്ട്? വെള്ളമുണ്ട്. അപ്പോൾ വെള്ളത്തിൽ മുട്ടയിടാൻ തുമ്പി ഏതാണത്? ഈ പറയുന്ന ലിറിയോതീമസ് അസിഗാസ്ട്ര എന്നുള്ളതാണ് അല്ലേ? ലിറിയോതീമസ് അസിഗാസ്ട്ര അല്ലെങ്കിൽ ത്രിവർണ്ണ തുമ്പി എന്ന് പറയും അല്ലേ? ത്രിവർണ്ണ തുമ്പി ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന വെള്ളത്തിൽ മുട്ടയിടുന്ന എന്താണ് ഒരു അപൂർവ ഇനം തുമ്പിയെന്ന് ചോദിച്ചതാണത്. ഈ പറയുന്ന ലിറിയോതീമസ് അസിഗാസ്ട്ര എന്നുള്ളതാണ്. പറഞ്ഞു ഗ്യാസ് വരുവാണെങ്കിൽ സോഡ കുടിക്കും. സോഡയ്ക്കകത്തുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിൽ മുട്ടയിടുന്ന എന്താണ് അപൂർവ ഇനം തുമ്പി ഏതാണത്? ലിറിയോതീമസ് അസിഗാസ്ട്ര. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിറിയോതീമസ് എബ്രഹാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിറിയോതീമസ് അതേപോലെ തന്നെ കേരളൻസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ചോദ്യം എന്താണത്? കേരളത്തിലെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിപണനത്തിനായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് പുതുതായിട്ട് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളതാണ് അല്ലെ? കേരളത്തിലെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിപണനത്തിനായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് എന്ത് ചെയ്യുന്നത്? പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മൃഗസംരക്ഷണം. അതേപോലെ തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് പുറത്തിറക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോം പൊതുവെ ഡൗൺലോഡ് ചെയ്യുന്ന ഫോണിലാണ്. മൊബൈൽ ഫോണിൽ എന്ത് ഡൗൺലോഡ് ചെയ്യണം? ലാപ്ടോപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലേ? മൊബൈൽ ഫോണിൽ ലാപ്ടോപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ലാപ്ടോപ്പ് എന്നുള്ളതാണ് ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ലാപ്ടോപ്പ് എന്താണത്? ലൈഫ് സ്റ്റോക്ക് ആൻഡ് പോൾട്രി ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. ലൈഫ് സ്റ്റോക്ക് ആൻഡ് പോൾട്രി ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരും? അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് വകുപ്പിൻ്റെ കീഴിൽ വരും? ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ വരും അല്ലേ? മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ വരും. സംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ വരും അല്ലേ? മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട മന്ത്രി ആരാണ്? ചിഞ്ചുറാണിയാണ് അല്ലേ? ചിഞ്ചുറാണിയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം കേരളത്തിലെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിപണനത്തിനായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് പുതുതായിട്ട് പുറത്തിറക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ്. അടുത്തത് 2026 മാർച്ച് 12 നടന്ന മൗറീഷ്യസ് നാഷണൽ ഡേ ആഘോഷത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പൽ. ഇതാണ് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു 3 ഓർത്തിരിക്കുക. 3 എന്ന് പറഞ്ഞാൽ ഏതാണത്? 3 മൗറീഷ്യസ്. മൗറീഷ്യസ് 3 ഓർത്തിരിക്കുക. മൗറീഷ്യസ് 3. ഇപ്പോൾ ഇത് വരും ത്രികണ്ഡ് എന്താണ്? INS ത്രികണ്ഡ് 3 ത്രികണ്ഡ് ഓർത്തിരിക്കാവോ? മൗറീഷ്യസ് 3 അതായത് 3 ദാറ്റ് ഈസ് INS ത്രികണ്ഡ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? കപ്പലിൻ്റെ പേര്. ഓക്കെ, INS ത്രികണ്ഡ്. അപ്പോൾ 2026 മാർച്ച് 12 മൗറീഷ്യസ് നാഷണൽ ഡേ ആയിട്ട് ആഘോഷത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പൽ ഏതാണത്? INS ത്രികണ്ഡ്. അടുത്ത എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ 20 ലക്ഷം വീടുകളിൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പ്രൊജക്ട് ഗംഗ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. പ്രൊജക്ട് ഗംഗ ഓർത്തിരിക്കുക. ഗംഗ പ്രയാഗ്രാജ്. ഇപ്പോൾ ഏത് വരും? അത് ഉത്തർപ്രദേശാണ് അല്ലേ? ഏതാണ് വരുന്നത്? ഉത്തർപ്രദേശാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? അടുത്തത് എന്തായിരുന്നു? ഗംഗയുടെ ഫുൾ ഫോം ഒക്കെ ഓർത്തിരിക്കണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ LGBTQIA+ പാർലമെന്റ് അംഗമായിട്ട് അടുത്തിടെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നുള്ളതാണ്. LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നും അടുത്തിടെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വ്യക്തി ആരാണെന്നുള്ളതാണ്. ആരാണത്? മേനകാ ഗുരുസ്വാമിയാണ് അല്ലേ? ആരാണത്? മേനകാ ഗുരുസ്വാമിയാണ്. മേനകാ ഗുരുസ്വാമി പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണ് ഈ പറയുന്ന സെക്ഷൻ 377 എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഈ ക്രിമിനൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയും. അതായത് ഈ പറയുന്ന രീതി സ്വവർഗാനുരാഗിയായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ക്രിമിനൽ നടപടി IPS കൂടെ ക്രിമിനൽ നടപടി പ്രകാരം എന്ത് ചെയ്യുക? അവരെ അറസ്റ്റ് ചെയ്യാന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ വാദിച്ച് എന്ത് ചെയ്യുന്നത്? 2018 എന്ത് ചെയ്യുന്നുണ്ട്? ദീപക് മിശ്രയുടെ സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്തായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഒരു വിധി സ്വന്തമായിട്ട് മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ് മേനകാ ഗുരുസ്വാമി എന്ന് പറയുന്നത്. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് ആണ് TMC ആണ് എന്ത് ചെയ്യുന്നത്? ഇവരെ ബാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യ LGBTQ പാർലമെന്റ് അംഗമായിട്ട് അടുത്തിടെ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണത്? മേനകാ ഗുരുസ്വാമിയാണ് അല്ലേ? ആരാണത്? മേനകാ ഗുരുസ്വാമിയാണ്. ഓക്കെ, അടുത്തത് കുടിവെള്ള വിതരണ സംവിധാനം ഉറവിടം മുതൽ ടാപ്പ് വരെ പൂർണ്ണമായിട്ട് ഡിജിറ്റലായിട്ട് മാപ്പ് ചെയ്യുന്നതിനായിട്ട് അവതരിപ്പിച്ച പുതിയ ദേശീയ ഡിജിറ്റൽ സംവിധാനം ഏതാണെന്നുള്ളതാണ്. ഏതാണ് വരുന്നത്? ദേശീയ ഡിജിറ്റൽ സംവിധാനം ഏത് വരും? സുജലം ഭാരതം അല്ലേ? എന്താണ് സുജലം ഭാരതം? എല്ലാവർക്കും വെള്ളം അല്ലേ? എല്ലാവർക്കും വെള്ളം. ഏതാണത്? സുജലം ഭാരത് അല്ലേ? സുജലം ഭാരത്. എവിടെ നിന്നാണ് സോഴ്സ്? അവിടെ നിന്ന് വീട്ടിലെ ടാപ്പ് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്കെച്ച് ചെയ്യുന്നുള്ളതാണ്. അപ്പം കുടിവെള്ള വിതരണ സംവിധാനം മുതൽ അല്ലെ അതിന് ഉറവിടം മുതൽ ടാപ്പ് വരെ പൂർണ്ണമായിട്ടും ഡിജിറ്റലായിട്ട് മാപ്പ് ചെയ്യുന്നതായിട്ട് അവതരിപ്പിച്ച പുതിയ ദേശീയ ഡിജിറ്റൽ സംവിധാനം ഏതാണത്? സുജലം ഭാരതം എന്നുള്ളതാണ്. സുജലം ഭാരത്.
അടുത്ത എന്താണ്? ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണെന്നുള്ളതാണ്. ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യ റഷ്യ സംയുക്തമായിട്ട് അല്ലേ, ഇന്ത്യയും അതേപോലെ തന്നെ റഷ്യയും സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പം നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ബ്രഹ്മോസ് മറ്റു രാജ്യത്തിന് വിറ്റു. ആ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഇന്തോനേഷ്യക്കാണ് എന്ത് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നത്, അല്ലെ, ഇന്തോനേഷ്യക്കാണ് വിറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ചോദ്യം എന്താണ്? രണ്ടാമതായിട്ട് അല്ലേ മിസൈൽ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണെന്നുള്ളതാണ്. ഒന്നാമത്തെ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് ഫിലിപ്പീൻസ് ആണ്, അല്ലേ. ഇതാണ് ഫിലിപ്പീൻസ് മറൈൻസിനാണ് എന്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത നോക്കാം. 2026 മാർച്ചിൽ നടക്കുന്ന AFC വുമൻസ് ഏഷ്യ കപ്പ് സമയത്ത് ഏത് രാജ്യത്തെ വനിതാ ഫുട്ബോൾ താരങ്ങൾക്കാണ് ഓസ്ട്രേലിയ രാഷ്ട്രീയ അഭയം നൽകിയതെന്നുള്ളതാണ്, അല്ലേ. ആരായിരിക്കാം? ഇപ്പൊ വിഷയം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? US-ഉം ഇസ്രായേലും ഇറാനും തമ്മിലാണ് എന്ത് വിഷയം നടക്കുന്നത്. അപ്പോൾ ആർക്കായിരിക്കും അഭയം കൊടുത്തിട്ടുണ്ടായിരിക്കുക? അത് ഇറാനാണ്, അല്ലേ. ഇറാനിൽ നിന്നുള്ള കളിക്കാർക്കാണ് ചെയ്യുന്നത് പുതിയ അഭയം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം എന്താണ്? അടുത്തിടെ ഇന്ത്യയിലെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള ഉത്തരവിലൂടെ നിഷ്ക്രിയാവധത്തിന് വിധേയമാകുന്ന ആദ്യ വ്യക്തി ആരാന്നുള്ളതാണ്. യുത്തനേഷ്യക്ക് വിധേയമാകുന്നത്, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ മേഴ്സി കില്ലിങ്ങിന് എന്ത് ചെയ്യുന്നത് വിധേയനാകുന്ന ആദ്യ വ്യക്തി ആരാണെന്നുള്ളതാണ്. ആരാണത്? ഹരീഷ് റാണയാണ്, അല്ലെ. ഹരീഷ് റാണയാണ്. അതായത് ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു വ്യക്തിക്ക് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നുള്ള സംവിധാനം ഉണ്ടല്ലോ, ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതേപോലെ തന്നെ വളരെ ഡിഗ്നിറ്റിയോട് കൂടി അന്തസ്സോട് കൂടി തന്നെ മരിക്കാനുമുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഒരു അധികാരമുണ്ട് മനുഷ്യന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഈ പറഞ്ഞ ഹരീഷ് റാണയ്ക്ക് എന്ത് ചെയ്തിരുന്നു മേഴ്സി കില്ലിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന യുത്തനേഷ്യക്ക് എന്ത് ചെയ്തിരുന്നു സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് തളർന്നു പോവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കാനുള്ള ഒരു ശതമാനം പോലും എന്ത് ഈ പറഞ്ഞ രീതിയിൽ സാധ്യതയില്ലാത്ത ആളുകളെ ഈ പറയുന്ന രീതിയിൽ നരകയാതനയൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ കൊടുക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ യുത്തനേഷ്യ എന്ന് പറയുന്നത്. പൊതുവെ ഇന്ത്യയിൽ അങ്ങനെ കൊടുക്കുന്ന സംവിധാനം ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് എന്ത് ചെയ്തു സുപ്രീം കോടതി പുതിയൊരു ഉത്തരവ് എന്ത് ചെയ്തു കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ദയാവധത്തിന് ആദ്യമായിട്ട് വിധേയനാകുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഹരീഷ് റാണയാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ അരുണ ഷാബാഗിനും ഹൈക്കോടതി ഇത്തരത്തിൽ വിധി എന്ത് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പം ചോദ്യം സുപ്രീം കോടതി ആണെങ്കിൽ ഹരീഷ് റാണയും ഹൈക്കോടതി ആണെങ്കിൽ അരുണ ഷാബാഗിനെ എന്ത് ചെയ്യുക പേര് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത എന്താണ്? കേരളത്തിൽ അടുത്തിടെ ടൂറിസം വകുപ്പ് സാധ്യതകൾ പഠിക്കുന്നതിനായിട്ട് ടൂറിസം സാധ്യതകൾ പഠിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ ഇടം നേടിയിട്ടുണ്ടായിരുന്ന കടലാമ വർഗ്ഗം ഏതാണെന്നുള്ളതാണ്, അല്ലെ. കേരളത്തിൽ അടുത്തിടെ ടൂറിസം വകുപ്പ് ടൂറിസം സാധ്യതകൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഇടം നേടിയിട്ടുണ്ടായിരുന്ന വർഗ്ഗം ഏതാണത്? ടർട്ടിൽ ടൂറിസം ആണ്. അത് ആമകളെ കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ പറഞ്ഞ ആമകളുമായി ബന്ധപ്പെട്ട ഒരു ടൂറിസമാണത്, അല്ലേ. അപ്പോൾ ഏത് വരും? ഒലിവർ റിഡ്ലി സീ ടർട്ടിലാണ് കേട്ടോ. ഏതാണ് വരുന്നത്? ഒലിവർ റിഡ്ലി സീ ടർട്ടിൽ. ഓർത്തിരിക്കുമല്ലോ. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. ഒരു ചോദ്യം കൂടെ നോക്കാം, നമുക്ക് നിർത്താമല്ലോ. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? വിദ്യാർത്ഥികളിൽ പൗരബോധം, സാമൂഹ്യ ഉത്തരവാദിത്തം, ജീവിത നൈപുണ്യങ്ങൾ എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കേരള ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്, അല്ലേ. കേരള ഗവൺമെന്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഏതാണ് പദ്ധതി? പദ്ധതിയുടെ പേരാണ് ചുവട് എന്നുള്ളത്, അല്ലേ. പദ്ധതിയുടെ പേരെന്താണ്? ചുവട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പദ്ധതിയുടെ പേര്. അതായത് കുട്ടികളെല്ലാം ഓരോ ചുവട് വെച്ച് മുന്നോട്ടേക്ക് പോവുക, അല്ലേ. ഓരോ ചുവട് വെച്ച് മുന്നോട്ടേക്ക് പോവുക. ഓർത്തിരിക്കാലോ, ചുവട് വെച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഓർത്തിരിക്കാലോ. അപ്പോൾ വിദ്യാർത്ഥികളുടെ പൗരബോധം, സാമൂഹ്യ ഉത്തരവാദിത്തം, ജീവിത നൈപുണ്യങ്ങൾ എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കേരള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് കേരള ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ചുവട്. ഓരോ ചുവട് വെച്ച് മുന്നേറുക, ചുവടായി മുന്നേറുക, അല്ലേ. പൗരബോധം സൃഷ്ടിക്കണമെങ്കിൽ ഓരോ ചുവടായിട്ട് മുന്നേറണം, അല്ലെ. ചുവടുകളായിട്ട് മുന്നേറണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വളരെ കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞു പോകുക എന്നുള്ളതാണ് നമ്മുടെ വീക്കിലി കറണ്ട് അഫയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നോട്ടുകളൊക്കെ വേണമെങ്കിൽ തൊട്ട് താഴെ നമ്പർ വിളിച്ച് നമ്പറിൽ നിങ്ങൾ ഈ പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടുകളൊക്കെ അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വരാൻ പോകുന്ന കമ്പനി ബോർഡിൻ്റെ എക്സാമിനേഷൻ ആയിക്കോട്ടെ, VFAക്കൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ പ്രയാണം എന്ന് പറയുന്ന ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഡൗട്ട് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ,
നമ്മൾ ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മൾ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ചോദ്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.